ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറിപ്പോകുന്ന മുൻ മന്ത്രിമാരെ നമ്മൾ കേട്ടിട്ടുണ്ട്. ശങ്കരനാരായണ പിള്ള തെരഞ്ഞെടുപ്പ് ജയിച്ചത് ട്രാൻസ്പോർട്ട് മന്ത്രി തന്നെ ആയതിനു ശേഷം അദ്ദേഹം മന്ത്രിസ്ഥാനം കഴിഞ്ഞ് തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് നെടുമങ്ങാട് എന്ന് പറയുന്ന 20 കിലോമീറ്റർ ദൂരെ 15 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലാണ് പോവുക. അപ്പോൾ ഇത് മിക്കവാറും ലാസ്റ്റ് ബസ്സിലാണ് പോവുക. 10:30-ക്കുള്ള പൊന്മുടി ബസ്സിലൊക്കെയാണ് പോവുക. ലാസ്റ്റ് ബസ്സിലാണ് പോകുന്നത്. ലാസ്റ്റ് ബസ്സിൽ കയറുമ്പോൾ നല്ല തിരക്കായിരിക്കും, ഇരിക്കാൻ സീറ്റ് കാണില്ല. പക്ഷേ ഇദ്ദേഹത്തെ അറിയാമെന്നുള്ള കണ്ടക്ടറും ഇദ്ദേഹം മന്ത്രിയായിരുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ MLA ആയിരുന്നത് കൊണ്ട് തന്നെ അറിയാമെന്നുള്ള യാത്രക്കാരും എണീറ്റ് കൊടുക്കും. പക്ഷേ ഒരാളെപ്പോലും എഴുന്നേൽക്കാൻ സമ്മതിക്കാതെ ഇരുന്നിട്ട് അദ്ദേഹം നിന്ന് തന്നെ യാത്ര ചെയ്യുന്ന ഒരു മന്ത്രിയായിരുന്നു. KV സുരേന്ദ്രനാഥ് എന്ന് പറഞ്ഞ ഒരു MLA തിരുവനന്തപുരത്തുണ്ടായിരുന്നു. വളരെ അവസാനം ഒന്നുമില്ലാതെ ജീവിച്ച് പോയ, രണ്ട് കൈയും വിട്ട് ഇങ്ങനെ പോയ കർമ്മശ്രേഷ്ഠനായിരുന്നു. അങ്ങനെ ഒത്തിരി ആളുകൾ രാഷ്ട്രീയത്തിലുണ്ട്. പാലോളി മുഹമ്മദ് കുട്ടി, PK ഗുരുദാസ് അവസാനം കാലം വരെ മന്ത്രിയായിരുന്നു. പക്ഷെ അവസാന കാലം വരെ വാടക വീട്ടിലായി. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ പാർട്ടിക്കാരെന്തോ ഒരു വീട് വെച്ച് കൊടുത്താണ് ഇപ്പോൾ കൊല്ലത്ത് താമസിക്കുന്നത്. ഇങ്ങനെ പക്ഷേ ഇതെല്ലാം ഒരു ഇടതുപക്ഷ ഭാഗത്തും ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നിടത്താണ് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത്. വലതുപക്ഷത്ത് നിൽക്കുന്ന ആളുകളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു നരേഷൻ എന്ന് പറയുന്നത് അവർ അഴിമതിക്കാരും കൊള്ളക്കാരുമാണ്, അവർ എന്തോ വലിയ കാശടിക്കുന്നവരാണെന്നുള്ള ഒരു നരേഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർ സാമ്രാജ്യത്വവാദികളാണ്, മുതലാളിത്തം കൊണ്ട് നടക്കുന്നവരാണ്, അവർ ബൂർഷ്വകളാണ്, അവർ വലിയ കുഴപ്പമാണ്, അവരെ നമ്മൾ അസ്പൃശ്യരായി അശ്ലീലക്കരായി കളയണം, ഞങ്ങളാണ് മിടുക്കർ എന്നുള്ളൊരു വ്യാജ നരേഷൻ കേരളത്തിലുണ്ട്. ഞാനിത് പറയാൻ കാരണം ഇന്നലെ വന്നൊരു വാർത്ത ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് കൂടി അറിയാം, പേഴ്സണലായിട്ട് വ്യക്തിപരമായി അറിയാമെന്നുള്ള ഡോക്ടർ MK മുനീറിൻ്റെ വീട് ജപ്തി ചെയ്യുന്നു. ഇതിന് മുമ്പുണ്ടായിരുന്നൊരു വീട്, മറ്റേതൊരു വീട്, അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വീട് അതാണ്. ആദ്യത്തെ വീട് ഇതുപോലെ ജപ്തി ഭീഷണിയിൽ വന്നിട്ട് അത് വിറ്റ് ആ പ്രശ്നം പരിഹരിച്ചു. 57 ലക്ഷം രൂപ എല്ലാം കൂടി അടയ്ക്കണം. സെറ്റിൽമെൻ്റ് ആക്കിയപ്പോൾ ഒരു 49 ലക്ഷം രൂപ അടയ്ക്കണം. അടച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്രിസൻ ഹൗസ്, അതായത് കോഴിക്കോടുള്ള വീട് ജപ്തി ചെയ്തു പോകും. അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ഞെട്ടാൻ കാരണം അതല്ല, ലീഗിലുള്ള ഒരു മന്ത്രി മാത്രമോ, അദ്ദേഹത്തിൻ്റെ പിതാവ് CH മുഹമ്മദ് കോയ ഇവിടെ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ എത്ര ദീർഘമായ രാഷ്ട്രീയ പാരമ്പര്യവും, കാശുണ്ടാക്കണമെങ്കിൽ എന്തെല്ലാം രൂപത്തിൽ പണം, ബിനാമിയുടെ രൂപത്തിൽ, നേരിട്ടുള്ള രൂപത്തിലൊക്കെ എത്ര കോടി രൂപ വേണമെങ്കിലും ഉണ്ടാക്കാൻ കഴിയുന്ന CH മുഹമ്മദ് കോയയെ അദ്ദേഹവും ലളിതമായി ആദർശശുദ്ധിയോടുകൂടി ജീവിച്ച് മൺമറഞ്ഞു. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മൾ CH മുഹമ്മദ് കോയ എന്ന് പറയുന്ന പേര് തന്നെ ഇപ്പോഴും പറയുമ്പോൾ ആളുകൾക്കൊരു വലിയ സന്തോഷവും ആവേശവും ഒക്കെ ഉണ്ട്. ആ CH മുഹമ്മദ് കോയയുടെ ആദർശധീരനായ മകനാണ് ഡോക്ടർ MK മുനീർ. അദ്ദേഹം ഈ പ്രശ്നം ഇത്രയും വഷളായിട്ടും അത് പാർട്ടിക്കാരോട് പോലും, വേണമെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടും മുനീർ പിന്നെ അവിടുത്തെ തങ്ങളോടും ഒക്കെ പറഞ്ഞ് ഒരു ഇൻറ്റേർണലായിട്ടൊരു കളക്ഷനൊക്കെ എടുത്തിട്ട് ആരെന്തെങ്കിലുമൊക്കെ മുതലാളിമാർ, ഗൾഫിലൊക്കെ ധാരാളം മുതലാളിമാർ NRIക്കാരും ഒക്കെ ഉള്ളതാണ്, ആരെങ്കിലുമൊക്കെ പണം കൊടുത്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. പക്ഷേ അത് പബ്ലിക് നോട്ടീസായി വരുന്നത് വരെ MK മുനീർ ആരോടും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ബാങ്കുകാരാണ്, സഹകരണ ബാങ്കുകാരാണ് ആ വാർത്ത പുറത്തുവിട്ടത്. ഈ 31-നകം പണമടച്ചില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യപ്പെടുമെന്നുള്ളത്. അതൊരു കേട്ടപ്പോൾ ശരിക്ക് തോന്നി, ഈ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയും നേതാക്കളുണ്ട്. അതിനകത്ത് വലതുപക്ഷമെന്നോ ഇടതുപക്ഷമെന്നോ ഒരു പക്ഷവുമില്ല. വ്യക്തികളാണ് പ്രധാനം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മുനീർ സാഹിബിന് കുറച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടായി, ചില ഓപ്പറേഷനൊക്കെ നടന്നു, മറ്റ് ചില അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഹെൽത്ത് അദ്ദേഹത്തിന് ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഓക്കെ മീൻസ് 100% ഓക്കെ അല്ല. അദ്ദേഹം ഇങ്ങനെ ചികിത്സയിലും ഒക്കെ ഇരിക്കുന്ന ഒരാളാണ്, മെഡിസിനുമായിട്ടൊക്കെ കഴിയുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് ഇത്രയും വലിയ തുക അടയ്ക്കാൻ കഴിയാത്തതാണോ? പെൻഷനുണ്ട്, എന്തായാലും അദ്ദേഹം മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു, ദീർഘകാലം MLA ആയിരുന്നു, അതിൻ്റെ പെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം വെച്ച് കാറിൽ സഞ്ചരിക്കാൻ കഴിയുള്ളൂ. കാരണം അങ്ങനെ ചുമ്മാ സൈക്കിളിലും ബസ്സിലും കയറി പോകാൻ പറ്റുന്നതല്ല. കാരണം വലിയ നേതാവായിരുന്ന ആളാണല്ലോ. അപ്പം ഇപ്പം തന്നെ വേണമെങ്കിൽ മത്സരിക്കാൻ, നല്ല ആരോഗ്യവും സംവിധാനമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മത്സരിക്കുമായിരുന്നു. പക്ഷേ അതിന് പകരം ഒരു ദേശീയ സെക്രട്ടറിയാണ് അവിടെ യൂത്ത് ലീഗിൻ്റെ വലിയൊരു നേതാവിനോടാണ് മത്സരിപ്പിക്കുന്നത് സൗത്തിൽ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, വളരെ കൃത്യമായ ഒരു ആദർശ രാഷ്ട്രീയത്തിനോടൊപ്പം ആദർശാത്മകമായ ജീവിതം കൂടി നയിച്ചാൽ മാത്രമേ ഒരു മനുഷ്യന് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് ലീഗ് രാഷ്ട്രീയത്തിലാവുമ്പോൾ അതിനൊരു സൗന്ദര്യം കൂടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലീഗ് രാഷ്ട്രീയത്തിൽ എല്ലാവരും കാശുണ്ടാക്കുന്നതല്ല. പക്ഷേ ഒരു നരേഷനാണ് ഞാൻ പറഞ്ഞത്. ഒരു നരേഷൻ ഇവിടെ കിടപ്പുണ്ട്, ഒരു വ്യാജ നിർമ്മിതി ഇവിടെ കിടപ്പുണ്ട്. അഴിമതിക്കാരാണ്, കൊള്ളക്കാരാണ്, വലതുപക്ഷക്കാരെല്ലാം കാശടിക്കുന്നവരാണ്, ഞങ്ങൾ ഇടതുപക്ഷക്കാരാണ് സുപ്രവസ്ത്രധാരികളും കാശുണ്ടാക്കാത്തവരും
പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കുന്നവരും എന്നൊക്കെ പറയുന്ന, അരിയാഹാരം കഴിക്കുന്ന വേവിച്ച് മാത്രം കഴിക്കുന്നവരെന്നൊക്കെ പറയുന്നൊരു നരേഷനുണ്ട്. അതിനെല്ലാം പൊളിച്ചുകൊണ്ട് ഡോക്ടർ എം കെ മുനീറിൻ്റെ ഈ ഒരു വാർത്ത വരുമ്പോൾ വീണ്ടും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നു. അങ്ങനെ ഒരുപക്ഷെ ലീഗ് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ലീഗിലെ കുഞ്ഞാലിക്കുട്ടി സാഹിബോ അല്ലെങ്കിൽ മുനീർ തങ്ങളോ അല്ലെങ്കിൽ അവിടെയുള്ള ആരെങ്കിലും ഇത് ഏറ്റെടുത്ത് ചെയ്തില്ലെങ്കിൽ പൊതുസമൂഹം, കോഴിക്കോടുള്ള പൊതുസമൂഹം വളരെ കൃത്യമായി ഇത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. കാരണം പൊതുവായി നിന്ന് വരുന്ന പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകൾ എത്ര സമ്പന്നതയിൽ ജീവിച്ചാലും അവർ അവിഹിതമായി കാശുണ്ടാക്കിയിട്ടില്ലെങ്കിൽ, അവർ അഴിമതിയിലൂടെ പണമുണ്ടാക്കിയിട്ടില്ലെങ്കിൽ അവർക്കൊരു പക്ഷേ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് വന്നാൽ അവരെ സഹായിക്കുക എന്നുള്ളതൊരു പൊതുസമൂഹത്തിൻ്റെ ബാധ്യത ഏറ്റെടുക്കണം. അതുപോലെ തന്നെ CC മുകുന്ദൻ നമ്മുടെ നാട്ടികയിൽ ഇപ്പോൾ മത്സരിക്കുന്ന അദ്ദേഹം BJP പോയി എന്നുള്ളത് നമ്മളെ സംബന്ധിക്കുന്നിടത്തോളം ഒരു വിഷയമല്ല. അദ്ദേഹം BJP പോവുകയോ കോൺഗ്രസിൽ പോവുകയോ ഇഷ്ടമുള്ള, പക്ഷെ അതല്ല, അദ്ദേഹവും ചെറ്റക്കുടലിൽ താമസിച്ചുകൊണ്ടുള്ള ജീവിതം നയിച്ച ഒരു CPIയുടെ നേതാവാണ്. അനീഷ് നാട്ടികയിൽ മത്സരിക്കുന്ന BJPയുടെ അനീഷ്, ഇങ്ങനെ ഒത്തിരി നേതാക്കൾ ആദർശാത്മകമായ ജീവിതം നയിക്കുന്ന, അധികാരം കിട്ടിയാലും അല്ലെങ്കിൽ സാധ്യതകളുണ്ടെങ്കിലും കട്കാത്ത, മോഷ്ടിക്കാത്ത, അഴിമതി നടത്താത്ത ആദർശ ധീരന്മാരായി ജീവിക്കുന്ന ഒരുപാട് പേർ വലതുപക്ഷമെന്നോ ഇടതുപക്ഷമെന്നോ ലീഗെന്നോ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ BJP എന്നോ നോക്കാതെ തന്നെ ഉണ്ട്. അവരുടെ നിര ഐക്യപ്പെടേണ്ടത് ഇക്കാലത്തിൻ്റെ ആവശ്യമാണ്. അതിൽ ഏറ്റവും തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു പേര് തന്നെയാണ്, ഒരു വ്യക്തിത്വം തന്നെയാണ് ഡോക്ടർ NK മുനീർ. അദ്ദേഹത്തിൻ്റെ വീട്, അദ്ദേഹം ഡോക്ടറാണ്, MBBS ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. അപ്പോൾ അത്രയും വലിയ മഹത്തായ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ പിന്മുറക്കാരൻ വേണമെങ്കിൽ ഡോക്ടറായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്താൽ എത്ര കോടി ഉണ്ടാക്കാമായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ഇങ്ങോട്ട് വന്ന് പൊതുരംഗത്ത് വന്ന് തൻ്റെ സ്വത്തും ഒരുപാട് നഷ്ടപ്പെട്ട് ഇപ്പോൾ ഒരു ജപ്തിയുടെ അടുത്ത് നിൽക്കുമ്പോൾ അത് ഏറ്റെടുക്കുവാനുള്ള ബാധ്യത ഏറ്റെടുക്കുവാനുള്ള നടപടി ആരംഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അത് വളരെ നടപടി ആരംഭിച്ചത് സ്വാഗതാർഹമാണ്, അഭിനന്ദനാർഹമാണ്, സന്തോഷകരമാണ്. എന്തായാലും MK മുനീർ അവർകൾ ഒരു പ്രതീകമാണ്, ഒരു സന്ദേശമാണ് നൽകുന്നത്. അതായത് ജപ്തിയിലേക്ക് പോയാൽ പോലും അവിഹിതമായി കാശുണ്ടാക്കില്ല എന്നുള്ള ആദർശ ജീവിതത്തിൻ്റെ ജീവിക്കുന്ന അടയാളങ്ങളാണ് ഇവരൊക്കെ. അത് രാഷ്ട്രീയത്തെ രംഗത്തെ വേറിട്ടൊരു സൗന്ദര്യമാണ്.